ഹലോ ഫ്രണ്ട്സ്, വോക്കുദിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ കോമ്പാക്ട് SUV ആയിട്ടുള്ള മഹേന്ദ്രയുടെ 3XO ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് XUV 3XO എന്ന് പറയുന്നത്. തികച്ചും ഇതൊരു പുതിയ പ്രൊഡക്റ്റാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഡിസൈനിങ് നോക്കിയാൽ ഫ്രണ്ട് ആൻഡ് റിയർ ഡിസൈനിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയർ ഡിസൈന് കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിനും ഹെഡ്ലൈറ്റ്സിനും ഒക്കെ പുതിയ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. റിയർ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ വന്നിട്ട് വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ടെയിൽ ലാംപ്സ് ഒക്കെയാണ്. പിന്നീട് സൈഡ് പ്രൊഫൈൽ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം പോലെ ഇരിക്കും. സബ് 4 മീറ്റർ ആക്കേണ്ടത് കൊണ്ട് അതിൻ്റെ ആ ഒരു കാര്യമാണ് സൈഡ് ലുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിലും ഫ്രണ്ട് ലുക്കിൽ നല്ല റോഡ് പ്രസൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഗ്രിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഗ്രില്ലായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ടൈപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇനി ഈ വരുന്ന 400യുടെ ഇലക്ട്രിക് വേർഷൻ വരുമ്പോൾ അല്ലെങ്കിൽ 4XO എന്ന പേരിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഫ്രണ്ട് ഡിസൈൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും നല്ല രീതിയിൽ തന്നെ ഡിസൈനിങ്ങിനും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് AX5 വേരിയൻ്റ് ആണ്. ഇതിന് 16 ഇഞ്ച് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. AX7ന് 17 ഇഞ്ച് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. 17 ഇഞ്ച് അലോയ്സ് ഒക്കെ വന്നിട്ട് വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്കിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും. ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു കംഫർട്ടിൽ കുറേ വ്യത്യാസം വരും. കോർണറിങ് സ്റ്റെബിലിറ്റിയിൽ കുറേ വ്യത്യാസങ്ങൾ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ടയേഴ്സിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നു. 205 ആണ് ടയർ സൈസ് വന്നിരിക്കുന്നത്. 65 പ്രൊഫൈൽ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ടയേഴ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ 4x4 വേരിയൻസ് ഒന്നും വന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം ഓഫ് റോഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 23.6 അപ്രോച്ച് ആംഗിളും അതുപോലെ 39.6 ഡിപ്പാർച്ചർ ആംഗിളും കൊടുത്തിട്ടുണ്ട്. 350 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും കൊടുത്തിട്ടുള്ള ഒരു കലക്കൻ കോമ്പാക്ട് SUV ആണ് നമ്മുടെ XUV 3XO എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് പോലെ അകത്ത് കയറിയാലും ഒരു കുട്ടി XUV 700 ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സും ഡിസൈൻസും അതുപോലെ ഫീച്ചേഴ്സും ഒക്കെ കാണുമ്പോൾ ഒരു കുട്ടി XUV 700 അല്ലേന്ന് നമുക്ക് തോന്നും. അതൊക്കെ നമുക്ക് അകത്ത് പോകുമ്പോൾ വഴിയേ പറയാം. എന്തായാലും ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന XUV 300 എന്ന മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലും ഒട്ടും മോശമല്ലാത്ത ഫീച്ചേഴ്സാണ് എല്ലാ വേരിയൻസിലും കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പുതിയ പ്രൊഡക്റ്റായ 3XOയിലും കുറേ കാര്യങ്ങൾ ബേസ് വേരിയൻ്റ് മുതൽ AX സീരീസ് മുതലും കുറേ ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നല്ല യൂസ്ഫുൾ ആകുന്ന ഫീച്ചേഴ്സും കുറേ മഹേന്ദ്ര നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു ക്വാണ്ടോയുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2012 മോഡലിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മഹേന്ദ്ര കുറേ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പലതും ഹിഡൻ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പലരും അത് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാൻ പറ്റിയ കുറേ ഫീച്ചേഴ്സ്, കുറേ ഗിമിക് ഫീച്ചേഴ്സ് സഹിതമുള്ള കുറേ കാര്യങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കിനിയും റിയർ ഭാഗവും ടെയിലും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു റിയൽ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. എല്ലാ ബ്രാൻഡ്സും ഇതുപോലുള്ള കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കൊടുത്തപ്പം ഇവരും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് തന്നെ കൊടുത്തു. ഏതായാലും നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. ആ ഒരു റിയർ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു കാര്യം, ആ ഒരു കണക്ഷൻ കാര്യവും എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഒരു XUV 3XO എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നു. മഹേന്ദ്രയുടെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ആ ഒരു ലോഗോയും ഉൾപ്പെടെ ഉള്ള ഒരു ടെയിൽ ഭാഗമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് റിയറിലുള്ള നമ്മുടെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് അത് ബേസ് മോഡൽ തൊട്ടേ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. വൈറ്റ് ഷർട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഏതായാലും 8 കളർ വേരിയൻസ് ആണ് ഇവർക്ക് XUV 3XOയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 8 കളർ വേരിയൻസിൽ നിങ്ങൾക്ക് XUV 3XOയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് 364 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നു. ഈ ഒരു വണ്ടിയിൽ ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് എന്തായാലും ഒരിക്കലും പറയില്ലായിരുന്നു. കാരണം നല്ല സ്പേസ് ഉണ്ട് ഇതിൽ. നല്ല കുറച്ച് ഡീപ്പാണ് എങ്കിലും നല്ല സ്പേസ് വന്നിരിക്കുന്നു. സ്പെയർ ടയേഴ്സൊക്കെ ഇതിൻ്റെ താഴെ വരുന്നുണ്ട്. അപ്പോൾ അതെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായേക്കാം ചിലപ്പം. പിന്നീട് 60-40 സ്പ്ലിറ്റാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ലഗേജ് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് മടക്കി വെച്ച് നമുക്ക് ലഗേജ് കൂടുതൽ വെക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനവരോട് ചോദിച്ചു AX7 ലക്ഷറിക്കകത്ത് വല്ല പവേർഡ് ടെയിൽ ഗേറ്റ് വല്ലതും കൊണ്ടുവന്നാൽ നല്ലതായിരുന്നില്ലേ എന്ന്. അതൊന്നും എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നീട് AX സീരീസ് തൊട്ടാണ് നമ്മുടെ ഡിഫോഗേഴ്സ് ആൻഡ് റിയർ വൈപ്പേഴ്സ് AX സീരീസ് തൊട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് MX3യിലും 3 Proയിലും വരുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് കേട്ടിട്ട് അതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് തോന്നി. അതൊക്കെ നമുക്ക് വഴിയെ പറയാം.
ഫീച്ചേഴ്സ് ഇൻറ്റീരിയറിൽ കാണിക്കാൻ പോകുമ്പം ആദ്യം തന്നെ കാണുന്നതാണ് നമ്മുടെ കീലെസ് എൻട്രിയുടെ കീ. നോക്കണ്ട, ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ, അപ്പുറത്തെ സൈഡിൽ കൊടുത്തില്ല. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതും വന്നിട്ടില്ല. ഇനി അകത്തെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വൈഡ് ആംഗിൾ കാണിക്കാതായിരിക്കും നിങ്ങൾക്കും എനിക്കും സൗകര്യം. ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ 10.25 വരുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നല്ലൊരു ഇൻറ്റീരിയർ അപ്പീലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് രണ്ടും 10.25 ആട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ച് വലുതാണെന്ന് തോന്നും, പക്ഷേ രണ്ടും ഒരേ സൈസാണ്. ഇതിന് പുറത്തോട്ട് കുറച്ച് സ്പേസ് കൂടെ വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് വലുതായിട്ടിരിക്കുന്നത്. ഏതായാലും അത് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്ലേസ്മെൻറ്റും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രീമിയം ഫീല് ഇൻറ്റീരിയറിൽ കയറുമ്പോൾ തന്നെ കിട്ടും. രണ്ടും 10.25 ഇഞ്ചാണ്. പിന്നീട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, നമ്മൾ AX വേരിയൻ്റ് ആയതുകൊണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനിയും ഫീച്ചേഴ്സിലേക്ക് കടക്കാം. നമ്മൾ കയറിയപ്പോഴേ ചെക്ക് ടയർ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു. നമ്മൾ ടയർ തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വണ്ടിയിൽ കയറുമ്പോൾ പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് ടയർ ഏത് ഡയറക്ഷനിലായിരിക്കും കിടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഫില്ല് ചെയ്തോളാം. എപ്പോഴും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈ ടയർ എങ്ങനെയായിരിക്കും കിടക്കുന്നതെന്ന്. അത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരു കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്കറിയാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേതായാലും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇൻഫർടൈൻമെൻറ്റും MID ഒക്കെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. അതുപോലെ ഇതിൻ്റെ കൺട്രോൾസും നല്ല കണ്ടോ, റിഫ്രഷ് റേറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വളരെ നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം ഒന്നും കൊടുത്തിട്ടില്ല, എങ്കിലും നല്ല സ്റ്റിയറിംഗ് ആണ്. കാരണം ഇതിൻ്റെ ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റിയിൽ നമുക്ക് സ്റ്റിയറിംഗ് ഒത്തിരി ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. XUV300 എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഓടിച്ചിട്ട് റിവ്യൂ പറയുമ്പോൾ നമ്മൾ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാം. സ്റ്റിയറിംഗ് കൺട്രോൾസിൽ വരുന്നത് ലെഫ്റ്റിൽ വോളിയത്തിൻ്റെയും നമുക്ക് മ്യൂസിക് കൺട്രോൾസിൻ്റെ എല്ലാ സ്വിച്ചസ് വന്നിരിക്കുന്നു. റൈറ്റ് സൈഡിലാണ് ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് എല്ലാം വന്നിരിക്കുന്നത്. ഇതിൽ AX5-ലായതുകൊണ്ടാണ് ക്രൂസ് കൺട്രോൾ ഉള്ളത്. X5 ലക്ഷറിയിലും AX7 ലക്ഷറിയിലും ADAS ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു. അതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഓട്ടോ ഹെഡ്ലൈറ്റ്സ്, ഓട്ടോ വൈപ്പേഴ്സ്, ഇതെല്ലാം AX5-ൽ തന്നെ വന്നിരിക്കുന്നു. പിന്നീട് ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള കാര്യം ഹെർമൻ കാർഡൻ സ്പീക്കേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹെർമൻ കാർഡൻ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒരു ബ്രാൻഡ്സും കൊടുത്തിട്ടില്ല, ഇവരത് കൊടുത്തു. നോർമൽ ഹെർമൻ സ്പീക്കേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹെർമൻ കാർഡൻ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു ഈ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ് XUV3XO എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഡ്യുവൽ സോൺ ACs ആണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും രണ്ട് ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അത് ലക്ഷറി ബ്രാൻഡ്സ് കൊണ്ടുവന്നു. അതിനുശേഷം കുറച്ചുകൂടെ പ്രീമിയം SUVസും പ്രീമിയം കാസിലും നോർമൽ ഒരു 20 lakhs എബോവുള്ള വണ്ടികളിൽ കൊണ്ടുവന്നു. ഇപ്പോൾ തന്നെ കോമ്പാക്ട് SUV കാറ്റഗറിയിലും ഡ്യുവൽ സോൺ AC എന്നുള്ള ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു. സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ല, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്. ടെലിസ്കോപ്പിക് അല്ല, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്. ചെറിയ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. പിന്നീട് സെൻട്രൽ കൺസോളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടച്ച് വഴി കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഫിസിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഹോം ബട്ടൺ കാര്യങ്ങളെല്ലാം നമുക്ക് ഫിസിക്കൽ സ്വിച്ചസും കൊടുത്തിരിക്കുന്നു. പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ്, ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചസ്, പിന്നീട് നമ്മുടെ ഡിഫോഗേഴ്സിൻ്റെ സ്വിച്ചസ്. ഈ ഒരു സ്വിച്ച് ഇതാണ് അടുത്ത പുതിയ കാര്യം. അതായത് സ്റ്റിയറിംഗ് നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റിയറിംഗ് കംഫർട്ട് മോഡ് ആക്ടിവേറ്റഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, ഈ ഒരു 3 മോഡിൽ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിറ്റിയിൽ പർപ്പസിനാണെങ്കിൽ നമുക്ക് കംഫർട്ട് മോഡ് ഇട്ട് യൂസ് ചെയ്യാം, അല്ലാത്തപ്പോൾ നോർമൽ മോഡ്, നല്ല പെർഫോമൻസ് വേണ്ടപ്പോൾ സ്പോർട്സ് മോഡ് യൂസ് ചെയ്യാം. സ്റ്റിയറിംഗ് അതനുസരിച്ച് സ്റ്റിഫർ ആകും അല്ലെങ്കിൽ ലൈറ്റ് ആകും എന്നുള്ള വ്യത്യാസങ്ങളാണ് അതുകൊണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ താഴെ ACയുടെ മോഡ്സിൻ്റെ സെലക്ഷൻസ് വന്നിരിക്കുന്നു. ACയുടെ ഏത് മോഡ് വേണം എന്നുള്ളത്, എയർ സർക്കുലേഷൻ ഓഫിൻ്റെ സ്വിച്ചസ് വന്നിരിക്കുന്നു, ഫാൻ കൺട്രോൾസ്, അതുപോലെ ഡിഫോഗേഴ്സ്. പിന്നീട് മെമ്മറി എന്നുള്ളൊരു കാര്യം, അതായത് രണ്ട് സൈഡിലെയും ഡ്യുവൽ സോൺ AC ആയതുകൊണ്ട് തന്നെ മെമ്മറി ഫംഗ്ഷൻ ACക്ക് വന്നിട്ടുണ്ട്. ആ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു AC ഫംഗ്ഷനിൽ മെമ്മറി ഫംഗ്ഷൻ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേ സെറ്റിങ്സിൽ പിന്നീട് AC യൂസ് ചെയ്യാനായിട്ട് വരും. അതിവിടെ വന്നിരിക്കുന്നു. ഡ്യുവൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഒരേ മോഡ് തന്നെ ആയിരിക്കും AC വർക്ക് ചെയ്യുന്നത്. അതൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് വയർലെസ് ചാർജിങ് ഓപ്ഷൻ വന്നിരിക്കുന്നു. ഈ AX5-ൽ മാത്രമല്ല, MX3 തൊട്ടേ, 3 ആണോ 3 Pro ആണോ, അത് തൊട്ടേ നമുക്ക് വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട്. പിന്നീട്
ടൈപ്പ് സി ചാർജിങ് പോർട്സ് ഒന്നുമല്ല, നോർമൽ USB എയർ ടൈപ്പ് ചാർജിങ് പോർട്സ് ആണ്. 6 സ്പീഡ് ഗിയർ ബോക്സ്, അതുപോലെ നമ്മുടെ ഹാൻഡ് ബ്രേക്സ് ഒക്കെ ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്സ് ആകും ലക്ഷറി വേരിയൻസിലോട്ട് പോയി കഴിഞ്ഞാൽ. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ്, ഇതൊക്കെ ബേസ് വേരിയൻറ്റിൽ തൊട്ടേ, അതായത് MX1 ഏറ്റവും ബേസ് വേരിയൻറ്റിൽ തൊട്ടേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. റിയർ AC ഏറ്റവും വലിയ ബേസ് വേരിയൻറ്റിൽ തൊട്ടേ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. പിന്നീട് ഇന്ത്യയിലുള്ള സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളും എല്ലാം 2 ബോട്ടിൽസ് വെക്കാനുള്ള സ്പേസും, അതുപോലെ നമ്മുടെ ഗ്ലോ ബോക്സ് ഒക്കെ കൂൾഡ് ആയിരിക്കും. ടോപ്പ് വേരിയൻറ്റുകളിലോട്ട് ലക്ഷറി വേരിയൻസിലോട്ട് വരുമ്പോൾ നല്ലൊരു വൈറ്റ് ഫിനിഷ്, പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുള്ള ആ ഒരു വൈറ്റ് ഫിനിഷും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നു. 6 ABAC സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് റിയറിൽ പോയിട്ട് ഞാൻ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. റിയറിൽ പോയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ റിയറിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. റിയറിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു കാര്യം തന്നെയാണ്, ലെഗ് സ്പേസ്. വളരെ നല്ലൊരു ലെഗ് സ്പേസ് ആണ് റിയറിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വണ്ടിക്ക് ഇത്രയും വലിയ ലെഗ് സ്പേസ് ഉണ്ടായിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കില്ല ആരും പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷേ ഉണ്ട്, കണ്ടോ. ഇത് ഒത്തിരി ഫ്രണ്ടിലോട്ടല്ല ഇട്ടിരിക്കുന്നത്, ഞാൻ മുമ്പേ ഇട്ടിരുന്ന സീറ്റിംഗ് പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത്. എന്നിട്ടും ഇത്രയും സ്പേസ് ആണ് കിടക്കുന്നത്. അപ്പോൾ മാക്സിമം ബാക്കിലോട്ട് ഇട്ടാലും കാല് തട്ടാനുള്ള വഴിയില്ല. എനിക്ക് 5.9 ഫീറ്റാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു 6 ഫീറ്റ് ഉള്ളവർക്കും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാം. ഒരു കോമ്പാക്റ്റ് SUV വേണം, നല്ല സ്പേസും വേണമെന്നുള്ളവർക്ക്, കാരണം ഇത്ര സ്പേസൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് വണ്ടിയുണ്ടോ നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ. ഓക്കെ അതിനുശേഷം അതൊക്കെയാണ് സീറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പുതിയ വണ്ടിയാണല്ലോ, അതുകൊണ്ട് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. റിയർ AC നമ്മൾ പറഞ്ഞു, ബേസ് വേരിയൻ്റ് തൊട്ടേ റിയർ AC വരുന്ന വണ്ടിയാണ് ഈ ഒരു 3XO എന്ന് പറയുന്നത്. പിന്നീട് റിയറിൽ നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ താഴെ 18 വോട്ട് 12 വോട്ട് ചാർജിങ് അഡാപ്റ്റേഴ്സും വന്നിരിക്കുന്നു. ഇവിടെ മൊബൈൽ വെക്കാനായിട്ടുള്ള ചെറിയൊരു സ്പേസും വന്നിരിക്കുന്നു. ഓക്കെ, ഈ ഒരു AX5 വേരിയൻറ്റിലാണ് ഈ ടൈപ്പ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ AX7 ലക്ഷറീസിലൊക്കെ പോയി കഴിഞ്ഞാൽ സോഫ്റ്റ് ടച്ച് ലെതേഴ്സ് മെറ്റീരിയൽസ് ഒക്കെ വന്നിരിക്കുന്നു. പിന്നീട് റിയറിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ നെക്ക് റെസ്റ്റുകൾ വന്നിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലും കോ പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെയുള്ള അഡ്ജസ്റ്റബിൾ നെക്ക് റെസ്റ്റാണ് വന്നിരിക്കുന്നത്. SRS എയർ ബാഗ്സ് കണ്ടോ, 1 2 3 4 5 6 6 എയർ ബാഗ്സ്. ബേസ് വേരിയൻറ്റ് മുതലേ 6 എയർ ബാഗ്സ് വന്നിരിക്കുന്നു. അതൊക്കെയാണ്. ടോപ്പ് വേരിയൻറ്റിൽ പോയാൽ സൺറൂഫ് ഇവിടെ വരെ ആയിരിക്കും, നമുക്ക് പാനോരമിക് സൺറൂഫ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ടോപ്പ് വേരിയൻറ്റിലോട്ട് നിന്നാൽ കിട്ടുന്നത്. ഇപ്പോൾ ഏതായാലും ഇത്രയാണ് സ്പേസ് വന്നിരിക്കുന്നത്. വലിയ കുറവല്ല, എങ്കിലും കുറവാണ്. ഓക്കെ അതൊക്കെയാണ് നമുക്ക് റിയറിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രൈവ് എടുത്ത് നോക്കാം. ഇതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് AX5 വേരിയൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്കിതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിൽ ആദ്യം പറയാനുള്ളത് സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യം നമുക്കിപ്പം എക്സെപ്ഷൻ നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, കാരണം സീറ്റിലെ കവേഴ്സും, കാരണം പുതിയ വണ്ടി വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കവേഴ്സ് ഒന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സീറ്റിങ്ങിൻ്റെ കംഫർട്ട് അധികമായിട്ട് വരില്ല, കുറച്ച് ചെറിയ സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ. അല്ലാതെ സീറ്റിംഗ് ഒക്കെ പക്കയാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. നമുക്ക് തൈ സപ്പോർട്ട് അത്ര ഉണ്ടോ എന്ന് പറയാൻ ഒക്കില്ല, എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഹഗ് ചെയ്തിരുത്തുന്ന രീതിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ഈ 2 ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് സപ്പോർട്ടിൻ്റെ കാര്യം അവിടെ, സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട്, സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റിയുടെ കാര്യവും എല്ലാം സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടർബോ പെട്രോളിൻ്റെ തന്നെ 2 വേരിയൻസ് ഉണ്ട്, 110 ആൻഡ് 130. അതിൽ ടർബോ പെട്രോൾ 110 ആണ് നമ്മൾ ഓടിക്കുന്നത്. ടർബോ പെട്രോൾ ആണെങ്കിലും നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ ഡീസലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലൊക്കെ തോന്നും. കാരണം ഇപ്പോഴത്തെ ഡീസൽ എൻജിൻസും അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻസ് വരുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു എൻജിൻ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് AMT ഗിയർ ബോക്സസ് ആണ്. 130 bhpയുടെ ആ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് ടോക്ക് കൺവേർട്ടർ ഗിയർ ഓപ്ഷൻസ് വരുന്നത്. നമ്മളിപ്പം മാനുവലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഇന്ന് പെട്രോൾ എൻജിനാണ് നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മഹേന്ദ്ര ഇതിനെ തികച്ചും പുതിയൊരു പ്രോഡക്റ്റായിട്ടാണ് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറൊരു മോഡലുമായിട്ടും കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു XUV 300യുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പല എലമെൻറ്റ്സും കാണാൻ പറ്റിയ വണ്ടിയിൽ. എങ്കിലും ഇത് പുതിയൊരു വണ്ടി തന്നെയാണ്. ഇതിനെ നമുക്ക് ഒരു കുട്ടി XUV 700, അതുകൊണ്ടൊരു 700 വരുന്നു. 700 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന് മാത്രമുള്ള ഫീച്ചേഴ്സും അതിന് മാത്രമുള്ള ടെക്നോളജീസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു വേരിയൻ്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് XUV 300 ഓടിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു സ്റ്റിയറിംഗ്, ആ ഒരു സ്റ്റെബിലിറ്റിയും ഡ്രൈവിംഗ് കോർണറിങ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം കോർണേഴ്സൊക്കെ ഉള്ള ഒരു റോഡ്സാണ്.
അതിൽ നമുക്ക് എത്ര സ്പീഡിൽ കോർണേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പം നമ്മുടെ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റിൻ്റെ താഴെ 80+ലാണ് നമ്മൾ സ്റ്റിയറിംഗ് കോർണേഴ്സ് എടുത്തത്. നല്ല കോൺഫിഡൻറ്റ് തരുന്നുണ്ട്, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നേരത്തെ ഇല്ലായിരുന്നൊരു കാര്യമാണ്. സ്റ്റിയറിങ്ങിൻ്റെ മോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കംഫോർട്ട് മോഡ് ഇട്ട് നമുക്ക് സിറ്റീസിലൊക്കെ മാനുവർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കംഫോർട്ട് മോഡ് ഇട്ട് സ്റ്റിയറിങ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് വേണ്ടിയ സമയത്ത് പെർഫോമൻസ് മോഡ് നമുക്കിട്ട് സ്റ്റിയറിങ് അതനുസരിച്ച് കുറച്ചുകൂടെ സ്റ്റിഫ് ആവുകയും അതിനനുസരിച്ചുള്ള സെറ്റിങ് സ്റ്റിയറിങ്ങിലായി കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് സ്റ്റിയറിങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. നമ്മൾ പ്രസ് ചെയ്തു, കംഫോർട്ട് മോഡ് ആക്ടിവേറ്റഡ്. ഇപ്പം സ്റ്റിയറിങ് കുറച്ചുകൂടെ ലൈറ്റായി. ഇപ്പം സിറ്റീസിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു മോഡ് ഇട്ട് ഓടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഇവിടെ അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 2 മോഡ്സ് അല്ല 3 മോഡ്സാണ്. കംഫോർട്ട് മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് മോഡ്സ് പറയുന്നത് സ്റ്റിയറിങ്ങിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് അതനുസരിച്ച് വ്യത്യാസം വരും. ഏതായാലും ഉണ്ടോ, ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് വണ്ടി നല്ലതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് എടുത്തറിയാനുണ്ട്. നമ്മൾ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ഒരു സെറ്റിങ്ങിലിട്ട് ഓടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്ന, അതാണ് പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയാനായിട്ട്. പിന്നെ ഇത് AX5 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം AX വേരിയൻസിൽ തന്നെ കുറേ ഫീച്ചേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഉണ്ടായിരുന്ന ഇതിൻ്റെ AXൻ്റെ താഴെയുള്ള മോഡൽസാണ് MX1, MX2, MX3. അതിനകത്ത് പ്രോ വേർഷൻസും ഉണ്ട് MX2നും 3നും. പിന്നീടുള്ള AX ആണ്, AX5ഉം AX7ഉം. അതിന് 2 ലക്ഷറി വേരിയൻസും ഉണ്ട്. അപ്പം ഇതിൽ തന്നെ പല വ്യത്യാസങ്ങൾ വരുന്ന വേരിയൻസ് വേറെ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് വരുന്ന കാറ്റഗറീസാണ് പറയുന്നത്. അതിൽ വേരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് പറയാനുള്ളത് MX1, അതായത് ഏറ്റവും ബേസ് മോഡൽ 7.49 lakhs-നാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓൺ റോഡ് വരുമ്പോൾ ഒരു 9.2 ആ ഒരു റേഞ്ചിൽ എന്തായാലും പ്രൈസ് നിൽക്കും. 9.2 lakhs-നൊക്കെ ഒരു കോമ്പാക്ട് SUV ബെറ്റർ ഹാൻഡ്ലിങ് വരുന്ന നല്ല എഞ്ചിനുള്ള ഒരു വണ്ടി കിട്ടുന്നത് നല്ലൊരു ഓപ്ഷനല്ലേ. അതിൽ നമ്മൾ പറയാൻ വന്നത് MX1-ൽ തന്നെ നമുക്ക് കിട്ടാവുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 6 എയർബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നീട് 4 വീൽസും ഡിസ്ക് ബ്രേക്സ് ആണ് അത് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നത്. അത് ഈ പറയുന്ന 7.49 lakhs-ൻ്റെ വേരിയൻറ്റിന് തന്നെ 4 വീൽസും ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് ESPയും സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയൻ്റ് തൊട്ടുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, പിന്നീട് ഹാൻഡ് റെസ്റ്റുകളൊക്കെ ബേസ് വേരിയൻറ്റിലോട്ടുണ്ട്. അതുപോലെ റിയർ റേസിംഗ് ബേസ് വേരിയൻറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ കിട്ടാനായിട്ട് പറ്റും. പിന്നീട് AX സീരീസ് തുടങ്ങുമ്പോൾ തൊട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. AX എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കുറേ ഫീച്ചേഴ്സുകളോട് കൂടിയാണ് AX സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അഡ്രിനോക്സ് ഫീച്ചേഴ്സൊക്കെ വരുന്നത്. അതുപോലെ ഡിസ്പ്ലേ ഞാൻ വിചാരിച്ചിരുന്നത് AX സീരീസിന് മാത്രമേ ഉള്ളതാണ്. പക്ഷേ അല്ല, MX3 സീരീസ് തൊട്ട് വേരിയൻ്റ് തൊട്ട് നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇത് കാണുമ്പോഴേ പെട്ടെന്ന് പുതിയ 400 വന്നിരുന്ന സ്ക്രീനായിട്ട് തോന്നും. പക്ഷേ ആ ഒരു തീമും കാര്യങ്ങളും എല്ലാം നമ്മുടെ 700 ചെറിയൊരു സാമ്യമൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രീമിയം ഫീലൊക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. AX5 സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10.69 lakhs-നൊക്കെയാണ് AX5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൊരു AX7 സീരീസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാനോരമിക് സൺറൂഫും കാര്യങ്ങളും 360-degree ക്യാമറാസ് കിട്ടും. അതുപോലെ AX5, അതായത് XUV 700 ഇല്ലായിരുന്ന കാര്യമാണ് AX5-ന് ലക്ഷറി വേരിയൻ്റ് എന്നുള്ളത്. ഇതിൽ അതുണ്ട്. AX5-ൽ ലക്ഷറി വേരിയൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് 360-degree ക്യാമറയും ADAS ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ADAS ലെവൽ 2 ഫീച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ചേഞ്ച് വാർണിംഗ്, അതുപോലെ തന്നെ കൊളിഷൻ വാർണിങ്സ്, അങ്ങനെ പല ADAS ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ലെവൽ 2 ADAS ഇതിൽ കൊടുത്തിട്ടുണ്ട്. AX7 ലക്ഷറിക്കും എന്തായാലും കാണുമല്ലോ. അപ്പം 360-degree ക്യാമറ പോലുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളാണ് AX5. മറ്റേത് ലക്ഷറി വേരിയൻറ്റ് വേണമെങ്കിൽ AX7 ലക്ഷറിയിലോട്ട് പോകണം. ഏറ്റവും ടോപ്പ്, അതായത് ഒരു 30 lakhs ഒക്കെ മുടക്കിയാലാണ് നമുക്ക് നമ്മുടെ XUV 700 ടോപ്പ് കിട്ടണമെങ്കിൽ. പക്ഷേ ഇതിനത് വേണ്ട. AX5-ൽ തന്നെ നമുക്ക് ലക്ഷറി വേരിയൻറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ 3 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് മാനുവൽ ട്രാൻസ്മിഷൻ, അതുപോലെ AMT ട്രാൻസ്മിഷനും, അതുപോലെ ടോൺ കൺവേർട്ടർ ഗിയർ ബോക്സും ആണ് വന്നിരിക്കുന്നത്. അതിൽ ഡീസലിനാണ് AMT ട്രാൻസ്മിഷൻ വന്നിരിക്കുന്നത്. പെട്രോൾ 2-നും ടോൺ കൺവേർട്ടർ ട്രാൻസ്മിഷൻസ് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും.
മറ്റേ AMT ലാഗ് വരുന്ന ആ ഒരു പ്രശ്നം പെട്രോളിന് കൊടുക്കാതിരിക്കാനായിരിക്കും പെട്രോളിന് AMT ട്രാൻസ്മിഷൻ ഓപ്ഷൻ കൊടുക്കാത്തത്. പിന്നീട് കമ്പനി ഓഫർ ചെയ്തിരിക്കുന്ന മൈലേജ് പെട്രോൾ വേരിയൻസിന് ഒരു 18 അതുപോലെ 19 ഒക്കെയാണ് എക്സ്പെക്റ്റഡ് മൈലേജ് RI സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡീസൽ വേരിയൻറ്റിന് 20 km/L ആണ് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. RI സർട്ടിഫൈഡ്. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാം, ചിലർക്ക് കുറവ് കിട്ടാം, ചിലർക്ക് നന്നായിട്ട് കുറവ് കിട്ടാം. ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പൂർണ്ണമായിട്ടും. പിന്നെ ഡ്രൈവ് മോഡ്സ് ഈ വണ്ടിക്ക് വന്നിട്ടില്ല. TGD എഞ്ചിൻ വരുന്ന, അതായത് 130 bhp വരുന്ന പെട്രോൾ വേരിയൻറ്റിനാണ് ഡ്രൈവ് മോഡ്സ് വന്നിരിക്കുന്നത്. അതിന് സിപ്പ് സാപ്പ് സൂം എന്നാണ് പറയുന്നത്. അതായത് എക്കോ കംഫർട്ട് സ്പോട്ട് എന്നുള്ളതിന് വേറൊരു പേരായിട്ട് അവർ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അതാണ് 3 ഡ്രൈവ് മോഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് XUV3 XOയെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഇതിൻ്റെ പ്രൈസും എഞ്ചിൻ വേരിയൻസൊക്കെ സംസാരിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള XUV3 XOയുടെ വിശേഷങ്ങൾ. ഇതിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. 2 ടർബോ പെട്രോൾ ഓപ്ഷൻസ്, അതായത് 110 bhp ഉള്ള ടർബോ പെട്രോളും 130 bhp ഉള്ള ടർബോ പെട്രോൾ ഓപ്ഷൻസുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഡീസൽ എഞ്ചിൻ, അതായത് 115 bhp വരുന്ന ഒരു ഡീസൽ എഞ്ചിനുമാണ് നമ്മുടെ XUV300 വന്നിരിക്കുന്നത്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻസ് എല്ലാ വണ്ടികൾക്കും ഉണ്ട്. ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് വന്നിരിക്കുന്നത് അറിയാമല്ലോ, നെക്സൺ വരുന്നുണ്ട്, നമ്മുടെ കിയ സോണറ്റ്, അതുപോലെ ഹ്യുണ്ടായി വെന്യൂ ഒക്കെ കോമ്പറ്റേറ്റേഴ്സ് ആണ്. ഇവർക്കെല്ലാം ഡീസൽ എഞ്ചിൻസ് വരുന്നു. ഇവരും അതുപോലെ ഡീസൽ എഞ്ചിൻസ് നിലനിർത്തിയിരിക്കുന്നു. നല്ല ഡീസൽ എഞ്ചിൻ കാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയാണ് നമ്മുടെ മഹേന്ദ്ര, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ടോക്കാണ്. ഇത്രയും ടോർക്കിയുള്ള എഞ്ചിൻ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സിനൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ടോക്ക് എന്ന് പറയുന്നത് 300 Nm ഓഫ് ടോർക്കാണ്. അതുപോലെ ഇതിൻ്റെ 110 bhp ഉള്ള പെട്രോൾ എഞ്ചിന് വരുന്നത് 200ഉം, അതുപോലെ TGDI നമ്മുടെ 130 bhp ഉള്ള ടർബോ പെട്രോളിന് വരുന്നത് 230 Nm ടോക്കുമാണ് വന്നിരിക്കുന്നത്. അത് വേറൊരു കോമ്പറ്റേറ്റേഴ്സിന് അവകാശപ്പെടാൻ പറ്റത്തില്ല. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7.49 lakhs എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു MX വേരിയൻ്റ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത്. MX, MX2, MX3, MX3 Pro, AX5, AX5 ലക്ഷറി, AX7, AX7 ലക്ഷറി, ഇത്രയും വേരിയൻസ് ഉണ്ട്. അതിലും പല വകഭേദങ്ങളോട് കൂടിയ 10-16 വേരിയൻസ് ഉണ്ട്. കളർ വേരിയൻസ് 8 കളർ വേരിയൻസ് ഉണ്ട്. ഇതൊക്കെ സഹിതമാണ് നമ്മുടെ പുതിയ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഇതിൻ്റെ ലോഞ്ച് ഇവൻ്റ് ആണ്. അതിനോടുകൂടി ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏതായാലും XUV നമ്മുടെ 700-ക്കുള്ളതിൻ്റെ അത്രയും ലോങ് ബുക്കിംഗ് പീരീഡ് ഒന്നും കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. വണ്ടി ബുക്ക് ചെയ്ത് അധികം താമസിയാതെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മെറിഡിയൻ മോട്ടോഴ്സ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട മല്ലശ്ശേരി ജംഗ്ഷനിലുള്ള മെറിഡിയൻ മോട്ടോഴ്സാണ് നമുക്ക് കാറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ കാസും അതുപോലെ യൂസർ എക്സ്പീരിയൻസസും ഇതിൻ്റെയൊക്കെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ വഴിയിടുന്നതായിരിക്കും. അതിനായിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.